റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ പാലിക്കണം. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു ടെന്റ് അടിക്കാൻ പോവാണ്. സാധാരണ ടെന്റ് അല്ല. ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ ടെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർട്ടിൻ്റെ ഉള്ളിലാണ്. അതായത് ടെന്റ് കാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ ക്ലീശ രീതിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ടെന്റ് അടിക്കുന്നതിൽ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് ടെന്റ് നമ്മൾ ഒരു കാർട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാർട്ടിലേക്ക് നമ്മുടെ സ്വന്തം ടെന്റ് നമ്മൾ എങ്ങനെയാണ് വെച്ച് സെറ്റ് ആക്കുന്നത് നോക്കണ്ടേ. അപ്പോൾ പണികൾ തുടങ്ങിയാൽ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ മച്ചാമാരെ? വെട്ടി വിട്ടോളല്ലേ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ബേസ് നമ്മൾ ഇതേ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ബേസ് എങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മച്ചാമാരെ, ഇതേ നമ്മുടെ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വലുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 6.5 അടി വലുപ്പത്തിലാണ് നമ്മുടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ടെന്റിന്റെ വലുപ്പം വരുന്നത് 6.5 അടിയാണ്. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീല് നമ്മൾ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന 2 വീലുകളാണ് വരുന്നത്. അതിലൊരു വീല് ഈ ഒരു സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ വീല് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടർ അറ്റാച്ച്മെന്റ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീൽ ഇവിടെ സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് 2 പട്ടകൾ നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെയിന്റ് ഒക്കെ കാണാൻ പറ്റും. മുമ്പത്തെ പ്രൊജക്റ്റിന് നമ്മൾ യൂസ് ചെയ്ത പട്ടയാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയിൻ ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ടെന്റ് കാറിന് സ്റ്റിയറിംഗ് വേണ്ടേ. അപ്പോൾ സ്റ്റിയറിംഗ് ആണ് ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 കുഞ്ഞി സൈക്കിളിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വീലും അതുപോലെ ആ ഒരു ഹാൻഡിൽ വരുന്ന സെക്ഷന് നമ്മൾ അഴിച്ചെടുത്തേക്കാണ്. ഇതിനെ നമ്മൾ രണ്ടും കൂടി കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പട്ട വെച്ച് ഇത് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഒരെണ്ണം നമ്മൾ തിരിക്കുമ്പോൾ കണ്ട ഇവിടെ നമ്മൾ തിരിക്കുമ്പോൾ 2 വീലുകളും ഒരേ സമയത്ത് തിരിയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഈ ഒരു ബേസിനെ നമ്മൾ വളയ്ക്കാനും തിരിക്കാനൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിൽ ബ്രേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാണുന്ന 2 ഹാൻഡിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ബേസിന്റെ പണി തുടങ്ങാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈവുഡാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 8.4-ന്റെ 2 ഫ്ലൈവുഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീളം കുറച്ച് കൂടുതൽ വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ബാക്കി മാറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു, രണ്ടാമത്തെ ഫ്ലൈവുഡ് ഇട്ടു, അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ കട്ടർ വെച്ച് നമ്മൾ ചടപടാന്ന് കട്ട് ചെയ്ത് കാട്ടിക്കളയാണ്. അപ്പോൾ ബാക്കി വരുന്ന പീസുകൾ അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് പീസുകളാക്കി മാറ്റണം മച്ചാന്മാരെ. നമ്മുടെ ഫ്ലൈവുഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മോട്ടർ നമ്മൾ വെക്കുകയാണ്. ഈ മോട്ടർ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടാവും. ഗിയർ മോട്ടറാണ്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 250 വാട്ട്സിന് താഴെ വരുന്ന മോട്ടറാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു മോട്ടർ എടുത്ത് നേരെ നമ്മളുടെ ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്റ്റാൻഡിലേക്ക് നമ്മൾ വെച്ചിട്ട് നട്ടും ബോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ബോൾട്ട് ഇട്ടിട്ട് നമ്മളിത് ഇനി നമ്മുടെ നട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. അങ്ങനെ 4 ഹോളുകളിൽ നട്ടും ബോൾട്ട് ഇട്ട് നമ്മൾ ചടപടാന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, ഫ്രെയിമിനൊരു കളർ കൊടുക്കണ്ടേ? റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് റെഡ് കളർ സ്പ്രേ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫ്രെയിമിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ കളർ അടിക്കുന്നുള്ളൂ. ഉള്ളിൽ ഓൾറെഡി നമ്മൾ പഴയ പ്രൊജക്റ്റ് ചെയ്തതിന് കളർ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈവുഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയിൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെയിനിൻ്റെ ലോക്കൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം നേരെ നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റുമേക്ക് അതെടുത്ത് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ അറ്റം നമ്മുടെ താഴെയുള്ള വീലുമേക്കും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈവുഡ് നേരായി തിരിച്ചിട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്ലൈവുഡിനെ ഇനി നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ 2 പീസും നമ്മൾ വെച്ചു. അതിനുശേഷം സെൽഫ് സ്ക്രൂ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നേരെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ വെച്ചു. ഇനി നമ്മൾ ഇട്ട് വെച്ച ഫ്ലൈവുഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മളുടെ ഒരു സ്ക്രൂ ചെയ്യൽ സത്യം പറഞ്ഞ എളുപ്പപ്പണിയാണ്. എന്താ പറയുക, നമുക്ക് അധികം പണിയൊന്നും വരുന്നില്ല. നേരെ വെക്കുക അടിക്കുക ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മൊത്തം ചടപടയെന്ന് പണി തീർക്കാം. ചാട്ടി ബ്രേക്ക് സെറ്റ് ചെയ്യാലോ? സെറ്റ് ചെയ്തു. അല്ല, ഇന്ന് മൂത്ത് ഭയങ്കര തെളിച്ചുണ്ടല്ലോ. ഫേസ് വ്യത്യാസം ഉണ്ടല്ലേ? ചെറിയൊരു ഗ്ലാസ് സ്കിൻ ഒക്കെ പോലില്ലേ? സംഭവം വേറെ നല്ല മച്ചാമാരെ, ഇത് മാമാ എർത്തിന്റെ ഗ്ലാസ് സ്കിൻ റിഫ്ലക്ഷൻ ചലഞ്ച് എന്ന് പറയും. സംഭവം എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. മച്ചാമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലോ സ്കിൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ അടുത്ത ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഗ്ലാസ് സ്കിൻ ടൈപ്പ്. അതായത് ഈ ഒരു കൊറിയൻ വെബ് സീരീസ് ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാവും. സൗത്ത് ഏഷ്യയിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്തായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യണ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് സ്കിൻ ഹെൽത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മാമാ എർത്തിന്റെ റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന 2 പ്രോഡക്ട്സ് ആണ്. ഇതാണ് മാമാ എർത്തിന്റെ റൈസ് ഫേസ് വാഷ്. ഇത് മാമാ എർത്തിന്റെ റൈസ് വാട്ടർ ഡെവി സൺസ്ക്രീൻ. ഈ ഒരു റൈസ് ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു റിഫ്രഷ്മെന്റ് തരാനും ഹെൽപ്പ് ചെയ്യും. ഇനി റൈസ് വാട്ടർ ഡെവി സൺസ്ക്രീൻ ആണെങ്കിൽ സാധാരണ നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ സൂര്യന്റെ ആഘാതങ്ങളിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യും. അത് തന്നെയാണ് ദൈവനും ചെയ്യുന്നത്. ഈ 2 പ്രൊഡക്റ്റുകളും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ പാരബിൻ പോലത്തെ മാരകമായ കെമിക്കൽസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണ്. ഈ റൈസ് ഫേസ് വാഷിലുള്ള റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും.
അതുപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ UV റൈസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇതിലാണെങ്കിൽ SPF 50 അതുപോലെ തന്നെ PA++++ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2-സ്റ്റെപ്പ് റൂട്ടീൻ ആണ് വരുന്നത്. ആദ്യം നമ്മുടെ റൈസ് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റൈസ് വാട്ടർ ഡേവി സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ലൈറ്റ് ടെക്സ്ചർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നെക്കിലും നമ്മൾ ഇത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം. ഇത് 7 to 10 ദിവസം വരെ നമ്മൾ ഡെയിലി റൂട്ടീൻ പോലെ തന്നെ യൂസ് ചെയ്യാം. ഈ ഗ്ലാസ് സ്കിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഒരു 7 to 10 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മുടെ സ്കിൻ ഒരു ഗ്ലാസ് സ്കിൻ ആയിട്ട് മാറുമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോവും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഒരു ചേഞ്ച് വരെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മച്ചവരെ പറയാതെ വയ്യ മാമാഅർത്തിന്റെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ്. കാരണം നമ്മൾ മാമാഅർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ഒരു ഓർഡറിനെ അവർ നട്ടിരിക്കുന്ന ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. ആ ഒരു ട്രീയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 2025 കൂടിയിട്ട് 1 million ട്രീസ് നടാനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലേ അടിപൊളി. അപ്പോൾ മച്ചന്മാരെ മാമാഅർത്തിന്റെ ഈ ഒരു റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന 2 പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് M4Tech 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ മാമാഅർത്തിന്റെ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളിലും ഇപ്പോൾ ഈ കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ നിന്ന് കമന്റ് ചെയ്യണോട്ടാ. അപ്പോൾ മച്ചന്മാരെ മറക്കണ്ട, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും നമ്മൾ ഈ ഒരു കാണുന്ന 2 പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മച്ചന്മാരെ നമ്മുടെ പണിയിലേക്ക് വിട്ടാലാ. നമ്മുടെ പണി തുടങ്ങാണ്. നമ്മൾ നേരെ ബ്രേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബ്രേക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രേക്ക് മുക്കിയോട്ടെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും. കാരണം ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. 2 ബ്രേക്കും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് അടുത്ത പണി നമ്മുടെ ത്രോട്ടിൽ വെക്കലാണ്. അപ്പം നമ്മൾ ത്രോട്ടിൽ വെച്ച് ഒരു അലങ്കി വെച്ചിട്ട് അത് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനത്തെ നമ്മുടെ ബേസിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇനി മോട്ടർ വെക്കണേക്ക് മുമ്പായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്ന് നോക്കണം. നമുക്ക് മക്കളെ നമുക്ക് തള്ളിത്തടാ. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റപ്പ് ഒക്കെ നമ്മളിനി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. തള്ളിക്കോ. അയ്യോ കാട്ടിക്ക് പോടേ. റിവേഴ്സ് ബ്രേക്ക് പിടിച്ചാ. ഓക്കെ കയറിക്കോ. അല്ല തള്ളിക്കോ. ഇരിക്കണ. ഓക്കെ ആ കയറിക്കോ. കേറിയാ അടിപൊളി. ഇതേ മോട്ടർ ഇല്ലാണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കൊള്ളാല്ലേ. അങ്ങനെ മച്ചാന്മാരെ ഇതേ മോട്ടർ വയ്ക്കാണ്ട് തള്ളി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി മോട്ടർ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി വയറിങ് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ബാറ്ററി സെറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ കൺട്രോളർ വെച്ചു. വയറിംഗ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ത്രോട്ടിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ ദേ ഇവിടെ നമ്മൾ കീ കൊടുത്തിട്ടുണ്ട്. ഈ കീ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓണാവും. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ ടെൻറ്റ് കയറ്റുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഓടിച്ച് നോക്കണ്ടേ. നമ്മളുടെ മോട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇത് വർക്കിംഗ് ആണെന്ന് ഒന്ന് ഓടിച്ച് നോക്കിയാലോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ലോഡ് കപ്പാസിറ്റിയും ഇതിൻ്റെ മോട്ടർ സെറ്റ് ചെയ്തൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ നോക്കാൻ പോവാണ്. എടാ മക്കളെ ബാക്കി കയറി. എന്തായാലും നമ്മുടെ വെയിറ്റ് കപ്പാസിറ്റി കൂടി നോക്കിയേക്കാം. ഓക്കെ എത്ര പേര് കയറുണ്ട്? എൻ്റെ പൊന്നെ എല്ലാവരോടും കയറിയാ പോവാ. ഫുള്ളൊടിച്ച് കിട്ടോ നമ്മുടെ പിള്ളേര് സെറ്റല്ലേ? അടിപൊളി. അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മളുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമുക്കിത് അടിപൊളിയായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റേണ്ടത്. നമ്മുടെ ഹാൻഡിലിംഗ് ഒക്കെ അടിപൊളിയാണ്. കണ്ടേ ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് വളയും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് വളയും. നമ്മൾ നേരേക്ക് പോയാൽ വണ്ടി നേരേക്ക് പോകും. സംഭവം അടിപൊളിയിട്ടാ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളത് ബാക്കി പണികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു കാർട്ട് നമ്മുടെ പാടത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. സംഭവം എത്ര ഓടിച്ചിട്ടും അതിൻ്റെ കൊതി മാറാണ്ട് ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കാർട്ടിൽ ഇനി അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ടെൻറ്റ് സെറ്റിംഗ് ആണ്. തുടങ്ങിയാലോ പരിപാടി. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ പണി കഴിഞ്ഞ ബേസിന്റെ മുകളിൽ ടെന്റ് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നീ നോക്കി കാണുന്ന ബേസിന്റെ മുകളിൽ കയറ്റാനുള്ള ടെന്റ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഈ കാണുന്ന തുണി ടെന്റായിട്ട് മാറാൻ പോവുകയാണ് മച്ചാന്മാരെ. അങ്ങനെ നമ്മൾ ടെൻറ്റ് നമ്മൾ പടപടാന്ന് സെറ്റ് ചെയ്യാണ്. ടെൻറ്റ് സെറ്റിങ് ഭയങ്കര എളുപ്പമായിട്ടാണ്. 2 കോല് നേരെ നിർത്തുന്നു, നമ്മളുടെ ആ ഒരു തുണിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നു, അപ്ലൈക്കും അത് ടെൻറ്റായി മാറുന്നു. മുകളിൽ ചെറിയൊരു പീസ് തുണി ഇട്ടിട്ട് കഴിഞ്ഞാൽ വെന്റിലേഷനും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. അങ്ങനത്തെ നമ്മൾ വെച്ച ടെന്റ് എടുത്ത് നേരെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഹാൻഡിലൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടും, അതൊരു പ്രശ്നമല്ല. അത് നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. അത് വെച്ചോ മോനെ. ഓക്കെ
അപ്പം ഇത് സ്ക്രൂ ചെയ്ത് നമ്മൾ വെക്കുകയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഫ്ലൈവുഡുമേക്ക് തന്നെയാണ് ഇത് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 സൈഡ് നമ്മൾ നേരെ ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ മുതൽ. ഇനി ഒരു സങ്കടകരമായ കാര്യം, നമ്മുടെ ടെൻറ്റിൻ്റെ അടി നമുക്ക് ഒത്തിരി കീറണം. വേറൊന്നിനുമല്ല, നമ്മുടെ ഹാൻഡിൽ നമുക്ക് പുറത്തേക്ക് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ചെയ്തു മച്ചാന്മാരെ, ചെയ്തു. അങ്ങനത്തെ നോക്കിയ മച്ചാന്മാരെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളുടെ ടെൻറ്റ് കാർട്ട് ഓടിക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി സെറ്റപ്പ് മോട്ടറൊക്കെ നമ്മൾ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി ഓടിക്കാനായിട്ട് പോകണം. പ്രവീണേ ബാ. അപ്പോൾ നമ്മളുടെ ടെൻറ്റ് കാർട്ട് നമ്മളിനി ഓടിച്ച് നോക്കാനായിട്ട് പോവാണ്. പ്രവീണേ കയറട്ടെ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാണ്. അയ്യോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറാം. നമ്മുടെ കയ്യിലേക്ക് സ്റ്റിയറിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ സെറ്റാണ്. ഓടിച്ചോട്ടെ പ്രവീണേ? ഓടിക്കാൻ പോവാണേ. റെഡി? 1 2 3 ഗോ. അടിപൊളി. നമ്മളുടെ ടെന്റ് കാർട്ട് നല്ല അടിപൊളിയായിട്ട് നീങ്ങുന്നുണ്ട്. ഏടാ നല്ല രസമായിട്ട് പോണല്ലേ. അടിപൊളി. ജനപ്രവീണ സംഭവിച്ചിട്ട് ല്ലേ. അടിപൊളി ജനപ്രവീണ സംഭവിച്ചിട്ട്. അപ്പൊ മച്ചാന്മാരെ നമ്മളുടെ ടെന്റ് ഹൗസ് പുലിക്കുട്ടിയായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മച്ചാന്മാരെ ഇന്നത്തെ നമ്മളുടെ ടെന്റ് കാർട്ട്? ഒരു രക്ഷയില്ലല്ല. ടെന്റ് കാർട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധാ ടെന്റ് ഒരു സ്ഥലത്ത് നിർത്താനേ പറ്റുള്ളൂ. നമ്മളുടെ ഒരു ടെന്റ് കാർട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മച്ചാന്മാരെ ഈ ഒരു ടെന്റ് കാർട്ട് വെച്ചിട്ട് ക്യാമ്പിംഗ് വീഡിയോ ഒരു ദിവസം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? എന്തായാലും നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾ ആയിട്ട് ചെയ്യണം അല്ലേ? അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു ടെന്റ് കാർട്ട് വെച്ചിട്ട് ഒരു ക്യാമ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ മച്ചാന്മാരെ നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല അടിപൊളി ഗ്ലാസ് സ്കിൻ ആക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന മാമാ എർത്തിന്റെ ഈ ഒരു റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന 2 പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം it's me, Gio Joseph, signing out.